ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു VKP കോമേഴ്സ് എഡ്യൂക്കേഷൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോറിലേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് കോറിലേഷൻ തുടങ്ങിയിട്ടുള്ള ബേസിക് കൺസെപ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കോറിലേഷൻ എന്ന് നോക്കാം. കോറിലേഷൻ, രണ്ട് വാക്കുകൾ. കോറിലേഷൻ ബന്ധം, രണ്ട് വേരിയബിൾസ് തമ്മിൽ ബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അസോസിയേഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു കോറിലേഷൻ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ അവിടെ ഉണ്ടായിരിക്കണം. അവ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള അസോസിയേഷനോ റിലേഷൻഷിപ്പോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോറിലേഷൻ എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിക്കുന്നത്. ദ നോളജ് ഓഫ് സച്ച് എ റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ഇൻഫറൻസ് ഫ്രം ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻഫറൻസസ് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്കുകയും അത് എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനനുസരിച്ച് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താനും കഴിയും. അപ്പോൾ രണ്ട് ഡാറ്റ സെറ്റിൻ്റെ രണ്ട് വേരിയബിൾസ് തന്നു കഴിഞ്ഞാൽ, ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ തന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ റിലേഷൻഷിപ്പ് അഥവാ അസോസിയേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും അതിനനുസരിച്ച് ഈ ഒരു ഡാറ്റ സെറ്റിൽ നിന്നും ഒരു ഇൻഫറൻസ് അഥവാ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനും കഴിയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫാമിലി ഇൻകവും എക്സ്പെൻഡിച്ചർ ഓൺ ലക്ഷറി ഐറ്റവും തമ്മിൽ ബന്ധമുണ്ടോ, അതുപോലെ തന്നെ എത്രത്തോളം ഫെർട്ടിലൈസർ കൂട്ടുന്തോറും എത്രത്തോളം വിളവ് കൂടുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് കൂടുന്നതോറും എത്രത്തോളം സെയിൽസ് റവന്യൂ കൂടുന്നുണ്ട് അല്ലെങ്കിൽ കുറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ സ്മോക്കിംഗ്, പുകവലി കൂടുന്തോറും എത്രത്തോളം ലങ് ഡാമേജ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് എന്തുണ്ട്, രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുമ്പോൾ അവ തമ്മിൽ ബന്ധം ഉണ്ട് എങ്കിൽ നമുക്ക് പറയാൻ കഴിയും, സോ ദിസ് വൺ ആൻഡ് ദിസ് വൺ ഹാവ് സ്ട്രോങ് റിലേഷൻഷിപ്പ്, അവ തമ്മിൽ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഫാമിലി ഇൻകം കൂടുന്തോറും ലക്ഷറി ഐറ്റത്തിലുള്ള എക്സ്പെൻഡിച്ചർ കൂടും എന്നുള്ള രൂപത്തിൽ അതിനെ കൺക്ലൂഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു അനലൈസ് ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ ഈസ് കോൾഡ് കോറിലേഷൻ അനാലിസിസ്. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യാനും ആ റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രെങ്തൻ ആണെന്നും ഏത് ഡയറക്ഷനിലാണ് ആ റിലേഷൻഷിപ്പ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് കോറിലേഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ AM ടൈറ്റിലിൻ്റെ ആൻ അനാലിസിസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ഓഫ് ടു or more variables is usually called correlation. ഇപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്ന അനാലിസിസ് ആണ് കോറിലേഷൻ എന്ന് പറയാം. ദെൻ മറ്റൊരു ഡെഫിനിഷനായി ക്രോക്സ്റ്റൻ്റെയും കോർഡൻ്റെയും ഡെഫിനിഷനായിട്ട് പറയുന്നത്, when the relationship is of a quantitative nature, the appropriate statistical tool for discovering and measuring the relationship, expressing it in a brief formula, is known as correlation. രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെക്ക് ചെയ്യുന്നതിനും അത് മെഷർ ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനും അത് എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ചുരുക്ക രൂപത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ചുരുക്ക രൂപത്തിലുള്ള ഫോർമുല അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കോറിലേഷൻ ആണ് എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയാം, രണ്ട് ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അസോസിയേഷൻ തുടങ്ങിയവ ചെക്ക് ചെയ്യപ്പെടുന്നതിനാണ് കോറിലേഷൻ അനാലിസിസ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് കോറിലേഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട 3 ടൈപ്സ് ഓഫ് കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, സെക്കൻഡ് വൺ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, ആൻഡ് തേർഡ് വൺ സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് നോക്കാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ. ഫസ്റ്റ് വൺ പോസിറ്റീവ് കോറിലേഷൻ ഓർ ഡയറക്റ്റ് കോറിലേഷൻ ആണ്. സെയിം ഡയറക്ഷനിലാണ് രണ്ട് വേരിയബിൾസും ചേഞ്ച് ചെയ്യപ്പെടുന്നത് എങ്കിൽ നമുക്കവിടെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഗിവൺ എക്സാമ്പിൾ ഉണ്ട്, തടുത്ത് തന്നിരിക്കുന്ന എക്സാമ്പിളും ശ്രദ്ധിക്കുക. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും രണ്ട് വേരിയബിൾസ്, എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈയും ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ എക്സ് 5 ആകുമ്പോൾ വൈ 10 ആകുന്നു, എക്സ് 8 ആകുമ്പോൾ വൈ 12 ആകുന്നു, എക്സ് 10 ആകുമ്പോൾ വൈ 16 ആകുന്നു. ദെൻ ഡിക്രീസിങ്,
എക്സ് 17 ആകുമ്പോൾ വൈ 20 ആകുന്നു, എക്സ് 15 ആകുമ്പോൾ 18 ആകുന്നു, എക്സ് 10 ആകുമ്പോൾ 16 ആകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരേ ഡയറക്ഷനിലാണ് എക്സും വൈയും മൂവ് ചെയ്യപ്പെടുന്നത് എങ്കിൽ അവിടെ എന്താണ്, പോസിറ്റീവ് കോറിലേഷനാണ് സംഭവിക്കുന്നത് എന്ന് പറയാം. അതായത് എക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയും ഇൻക്രീസ് ചെയ്യുന്നു, എക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വൈയും ഡിക്രീസ് ചെയ്യപ്പെടുന്നു എങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, ഡയറക്റ്റ് ഓർ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാവുന്നത്. ഇനി രണ്ടാമത്തെ കേസാണ് നെഗറ്റീവ് കോറിലേഷൻ ഓർ ഇൻവേഴ്സ് കോറിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ വൺ വാല്യൂ ഓഫ് വേരിയബിൾ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എക്സിൻ്റെ വാല്യൂ കൂടുകയാണ് എങ്കിൽ വൈൻ്റെ വാല്യൂ കുറയുന്നു, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ വൈയുടെ വാല്യൂ കൂടും. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിലായിരിക്കും മൂവ് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, എക്സ് 5 ആകുമ്പോൾ വൈ 20, ദെൻ എക്സ് 8 ആകുമ്പോൾ വൈ 18 ആയി മാറുന്നു, ദെൻ എക്സ് 10 ആകുമ്പോൾ വൈ 16 ആകുന്നു. ഇത്തരത്തിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ എക്സ് 17 ആകുമ്പോൾ വൈ 2 ആകുന്നു, ദെൻ എക്സ് 15 ആകുമ്പോൾ വൈ 7 ആകുന്നു, എക്സ് 12 ആകുമ്പോൾ വൈ 9 ആകുന്നു. അവിടെ എന്താണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് എക്സും വൈയും തമ്മിലുള്ളത്. അപ്പോൾ അവിടെ നെഗറ്റീവ് കോറിലേഷനാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. Then another category is linear and non-linear correlation ആണ്. എക്സും വൈയുടെയും മൂവ്മെൻറ്റ് ഒരേ പ്രൊപ്പോർഷണലായിട്ടാണ് മൂവ് ചെയ്യപ്പെടുന്നത് എങ്കിൽ അതിനെ ലീനിയർ കോറിലേഷൻ എന്നും, വ്യത്യസ്തമായിട്ടുള്ള പ്രൊപ്പോർഷനിലാണ് മൂവ് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്നും പറയാം. ഫോർ എക്സാമ്പിൾ, എക്സ് 10 ആകുമ്പോൾ വൈ 40, ദെൻ എക്സ് 20 ആകുന്നു. അപ്പോൾ അവിടെ 10ന്റെ വർധനവുണ്ടായി, കറസ്പോണ്ടിംഗ്ലി 40 ഉള്ള വൈ 60 ആകുന്നു. അടുത്ത കേസ് എടുത്തു കഴിഞ്ഞാൽ 20 നിന്ന് കറസ്പോണ്ടിങ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് 30 ആയിട്ട് മാറുന്നു, വൈ 40 60 എന്നുള്ളത് 80 ആയിട്ട് മാറുന്നു. അപ്പോൾ അവിടെ 20 വെച്ചിട്ട് എന്ത് ചെയ്യും, വൈ മൂവ് ചെയ്യപ്പെടുന്നു, എക്സ് 10 വെച്ച് ഒരേ പ്രപ്പോർഷനിൽ തന്നെ മൂവ് ചെയ്യപ്പെടുന്നു. അവിടെ ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ് എക്സും വൈയും തമ്മിൽ ഉള്ളത്. സോ എ ലീനിയർ കോറിലേഷൻ ഇംപ്ലൈസ് എ കോൺസ്റ്റന്റ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ വാല്യൂസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ദ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് അനദർ വേരിയബിൾ. ഒരു എക്സ് വാല്യൂവിൽ വരുന്ന മാറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വൈ വേരിയബിളിലും പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നോൺ ലീനിയർ കോറിലേഷൻ ഓർ കർവ് ലീനിയർ കോറിലേഷൻ സംഭവിക്കുമ്പോൾ ഇവ തമ്മിലുള്ള വർധനവോ അല്ലെങ്കിൽ കുറവോ ഒരു പ്രൊപ്പോർഷനേറ്റ് രൂപത്തിൽ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എക്സ് 8 ആകുമ്പോൾ വൈ 80 ആകുന്നു, എക്സ് 9 ആകുന്നു. അപ്പോൾ എക്സിൻ്റെ കേസിൽ 1 ആണ് വന്നിട്ടുള്ളത്, വൈയുടെ കേസിൽ 130 വരുന്നു, ദാറ്റ് ഈസ് 50യുടെ വർധനവുണ്ടാകുന്നു. ദെൻ അപ്പോൾ ആ വർധനവ് ഇനി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടല്ല വരുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ലീനിയർ ഓർ കർവ് ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. നോക്കൂ, അടുത്തത് 9 ആകുന്നു എക്സ്, ദെൻ അഗെയിൻ വൈ എന്ത് ചെയ്യുന്നു 170. അപ്പോൾ ഇവിടെ എന്തില്ല, ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടല്ല എക്സും വൈയും മൂവ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെന്ത് പറയാം, നോൺ ലീനിയർ ഓർ കർവ് ലീനിയർ കോറിലേഷൻ എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അടുത്ത കേസാണ് സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിളെ അതിൽ ഉള്ളൂ എങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാം, സിമ്പിൾ കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻവോൾവ് ഇൻ ദ കോറിലേഷൻ അനാലിസിസ്. അപ്പോൾ ഒരു കോറിലേഷനെ സിമ്പിൾ, പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം അതിൽ എത്ര നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ള. അപ്പോൾ ഫസ്റ്റ് കേസിൽ സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 വേരിയബിൾസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു കോറിലേഷൻ അനാലിസിസിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്നത്. ഇഫ് ഓൺലി 2 വേരിയബിൾസ് ആർ ചൂസൺ ടു സ്റ്റഡി കോറിലേഷൻ ബിറ്റ്വീൻ ദം, ദെൻ സച്ച് എ കോറിലേഷൻ റെഫേർഡ് ടു ആസ് സിമ്പിൾ കോറിലേഷൻ. അതായത് നമുക്ക് സെലക്ട് ചെയ്തിട്ടുള്ള വേരിയബിൾസ് 2 എണ്ണം മാത്രമേ ഉള്ളൂ, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചുകൊണ്ടാണ് നമ്മളൊരു ഇൻഫറൻസിലേക്ക് എത്തുന്നതെങ്കിൽ that is simple correlation. A study on the yield of a crop with respect to only amount of fertilizer or sales revenue with respect to amount of money spent on advertisement are few examples of simple correlation. നമ്മൾ ഫോർ എക്സാമ്പിൾ ഈൽഡിൻ്റെ ഒരു പർട്ടിക്കുലർ ക്രോപ്പിൻ്റെ വിളവ് അതിൻ്റെ ഫെർട്ടിലൈസർ
എത്രത്തോളം ചെലവഴിച്ചു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് സിമ്പിൾ കോറിലേഷൻ. അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ അഡ്വർടൈസ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് സെയിൽസ് റവന്യൂവിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് ഈസ് സിമ്പിൾ കോറിലേഷൻ. അപ്പോൾ അവിടെ എന്താണ്, രണ്ട് വേരിയബിൾസ് മാത്രമേ കൺസിഡർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. സെൻ പാർഷ്യൽ കോറിലേഷൻ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം വേരിയബിൾസ് ഉണ്ടെങ്കിലും ചില വേരിയബിൾസിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയും രണ്ടോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വേരിയബിൾസിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഇൻഫറൻസിലേക്ക് അല്ലെങ്കിൽ കൺക്ലൂഷനിലേക്ക് എത്തപ്പെടുന്നതെങ്കിൽ അവിടെ പാർഷ്യൽ കോറിലേഷൻ, അവിടെ സം ഓഫ് ദ വേരിയബിൾസ് ആർ കീപ് ആസ് കോൺസ്റ്റൻറ്റ് ഓർ നോട്ട് ടച്ചിങ് ദാറ്റ് പർട്ടിക്കുലർ വേരിയബിൾസ് ആൻഡ് ടേക്കിംഗ് ഓൺലി സം ഓഫ് ദ വേരിയബിൾസ് എന്നുള്ളതാണ്. ഓക്കെ, 2 വേരിയബിൾസ് ആർ ചൂസൺ ടു സ്റ്റഡി ദ കോറിലേഷൻ ബിറ്റ്വീൻ ദം ബട്ട് the effect of other influencing variables is constant. അപ്പോൾ ആക്ച്വലി ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഫിനോമിനയിൽ മോർ ദാൻ 2 വേരിയബിൾസ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിൽ 2 വേരിയബിൾസ് മാത്രമേ അതിൽ എടുക്കുന്നുള്ളൂ, അതിനെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ, അതിന് പഠിച്ചുകൊണ്ട് അതിൻ്റെ ഇൻഫറൻസിലേക്ക് എത്തുന്നു. അതേസമയം മറ്റു വേരിയബിൾസിനെ എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റഡി നടത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയാവുന്നത്. For example, yield of a crop is influenced by amount of fertilizer applied, rainfall, quality of seed, type of soil, pesticide, etc. അതായത് ഒരു പർട്ടിക്കുലർ ക്രോപ്പിൻ്റെ yield, ഈ വിളവ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫലം കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തതിൻ്റെ രീതിക്കനുസരിച്ച്, മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച്, വിത്തിൻ്റെ ഗുണത്തിനനുസരിച്ച്, മണ്ണിൻ്റെ ഗുണത്തിനനുസരിച്ച്, കീടനാശിനി ഉപയോഗിച്ചതിൻ്റെ ഗുണത്തിനനുസരിച്ച്, ഇതെല്ലാം അതിനെ അഫക്റ്റ് ചെയ്യും. പക്ഷേ 2 വേരിയബിൾസ് മാത്രം എടുത്തുകൊണ്ട് ഈ ഒരു yield എത്രയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പാർഷ്യൽ കോറിലേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോർ ദാൻ 3 വേരിയബിൾസ് ഈസ് കൺസിഡേർഡ് സൈമിൾട്ടേനിയസ്ലി ഫോർ സ്റ്റഡി. ഫോർ എക്സാമ്പിൾ, employer-employee relationship in any organization may be examined with reference to training and development facilities, medical, housing and education to children's facilities, salary structure, grievance handling system and so on. അപ്പോൾ more than 2 or more than 3 വേരിയബിൾസ് എടുത്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി നടത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ ഒന്നിലധികം വേരിയബിൾസ് എടുത്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ റിസൾട്ട് ഇൻഫറൻസ് കണ്ടെത്തുന്നതാണ് ഇവിടെ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു.